ഞാൻ സൗദിയിലും ഖത്തറിലും നാട്ടിലുമൊക്കെ ഡ്രൈവിംഗ് ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എവിടെ ആയാലും അറിയാവുന്നൊരു ജോലി ചെയ്ത് കുടുംബമായിട്ട് ഒരുമിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ജോലിയും കുടുംബജീവിതം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ വന്നത് സഫറുദ്ദീനെ കാണാനാണ്. വർക്കലയിലാണ് സഫറുദ്ദീൻ്റെ വീട്, പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് റോഡ് സൈഡിലാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വഴിയിൽ വെച്ച് കണക്റ്റ് ആയതാണ്. വീട്ടിൽ പോയിട്ടാണ് ശരിക്കും വീഡിയോ എടുക്കേണ്ടത്, പക്ഷേ അതിനുള്ള സമയവും കാര്യമില്ലാത്തതുകൊണ്ട് വഴിയിൽ വെച്ച് കണക്റ്റ് ആയതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ വീടിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് എനിക്ക് അയച്ചു തരണം കേട്ടോ. ആ ഫോട്ടോ നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ആൾക്ക് 42 വയസ്സിലാ? 42 വയസ്സാണ്. പക്ഷേ കണ്ടാൽ പറയുമല്ലോ കേട്ടോ. അതിൻ്റെ ഇടയിൽ 2 വിവാഹം കഴിഞ്ഞിട്ട് 2 വേർപെട്ടതുമാണ് കേട്ടോ. അപ്പോൾ 13 വർഷമായി ഇപ്പോൾ അതൊക്കെ ഒഴിവായിട്ടില്ലേ? ആദ്യത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പ് അല്ലേ? ഫസ്റ്റ് വിവാഹം 2004 ആദ്യ വിവാഹം ചെയ്യുന്നത്. ആ സമയത്ത് പുള്ളിക്ക് 20 വയസ്സേനുണ്ടായിരുന്നത്. അന്നേരം പിന്നെ വയസ്സിൻ്റെ ഒന്നും വലിയ വിഷയവും കാര്യമൊന്നും ഇല്ലാതിരുന്നൊരു കാലമാണല്ലോ. അപ്പോൾ ഇപ്പോഴാണല്ലോ പിന്നെ നിയമപരമായിട്ട് അതൊക്കെ ലീഗൽ പ്രശ്നങ്ങളും കാര്യമൊക്കെ വന്നേ. പിന്നെ അതിനുശേഷം വേറൊരു വിവാഹം ചെയ്തു, അതും ബന്ധം വേർപെട്ടതാണ്. 13 വർഷമായി. രണ്ടാമത്തത് പോയി വേർപെട്ടിട്ട്. രണ്ടാമത്തത് അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഇതിൽ പറയുന്നു, അല്ലെങ്കിൽ എന്താ ഡയറക്റ്റ് വിളിക്കുന്നവരോട് പറഞ്ഞോളാം. അത് പിന്നെ കാര്യങ്ങളെല്ലാം അറിയേണ്ടവർക്ക് ഡയറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. എന്നിരുന്നാലും അത് നമുക്ക് അങ്ങനെ ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് 2 വേർപെട്ടതാണ്. ഇപ്പോൾ 2 വിവാഹം ഡിവോഴ്സായി എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ കല്യാണം നോക്കുമ്പോൾ പല ഇതും ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ പറയുക, 13 വർഷമായിട്ട് നമ്മൾ ഒരുപാട് കുറ്റം ഞാൻ ചെയ്തതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കാൻ തന്നെ ഒരു മടിയായി തുടങ്ങി. പിന്നെ നിങ്ങളെ കണ്ടപ്പോഴാണ് വീണ്ടും ഇതിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അതാണ് സത്യാവസ്ഥ. തീർച്ചയായിട്ടും ഈ ഒരുപാട് പിന്നെ നമുക്കിപ്പോൾ സറഫുദ്ദീൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കേട്ടു. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ 2 വിവാഹം ഫെയിലായിരിക്കും, ചിലപ്പോൾ 3 വിവാഹം ഫെയിലായിരിക്കും. പക്ഷേ നീ 3 വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതല്ലേ, ഇനിയും നമുക്കിങ്ങനെ വിശ്വസിക്കുക ഇനിയും ഡിവോഴ്സായി പോകില്ല, അങ്ങനെയൊക്കെയുള്ള പലതും ഫേസ് ചെയ്യുന്ന പലരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് നല്ലൊരു ലൈഫ് നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അത് പിരിഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കുന്നതിനാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പറയുക, ആദ്യത്തെ വിവാഹം 20-ാമത്തെ വയസ്സിൽ എന്ന് പറയുമ്പോൾ 20-ാമത്തെ വയസ്സ് കഴിച്ചത് നമ്മൾ ആ സമയത്ത് പിന്നെ ചെറിയ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയാണ് ആദ്യം വിവാഹം ചെയ്തത്. പിന്നെ അത് ഒത്തുപോകാൻ പറ്റാണ്ട് എത്ര വർഷം ഉണ്ടായിരുന്നു ആ വിവാഹ ജീവിതം? അതൊരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ അവർ പോയി. അതിലൊരു മോനുണ്ട്. പിന്നെ 2-ാമത്തെ വിവാഹ ജീവിതം എത്ര വർഷം ഉണ്ടായിരുന്നു? 2 വർഷം. അതിലൊരു കുട്ടിയുണ്ട് അല്ലേ? ഒരു മോളുണ്ട്. അപ്പോൾ അവരൊക്കെ വൈഫിൻ്റെ കൂടെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ ഇനിയൊരു വിവാഹ ജീവിതം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 35-38 വരെയൊക്കെ നോക്കാം. 38 വരെ നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കുന്ന ആലോചനയാണ് വേണ്ടത് അല്ലേ? അതെ. കാര്യം ദാമ്പത്യവും ജോലിയും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം ഇനിയുള്ളൊരു ജീവിതമെങ്കിലും നല്ല രീതിയിൽ ജീവിച്ച് പോകണം എന്ന. ദാമ്പത്യവും ജോലിയും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതായത് ഒരു നമ്മൾ ദാമ്പത്യ ജീവിതം എവിടെ കിട്ടുന്നോ അവിടെ ജോലി ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആയിട്ട് പോകാൻ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഞാൻ കുറേ കാലം ഗൾഫിൽ, സൗദിയിലും ഖത്തറിലൊക്കെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കുടുംബജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭാര്യയുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ വീട് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് സ്വന്തം വീട് കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിൽ കുട്ടികളുള്ളതാന്ന് നമ്മൾ നോക്കണം. ഒരു ആൺകുട്ടികളുള്ളതാണെങ്കിലും സ്വീകരിക്കാം. ഓക്കെയാണ്. ആണോ പെണ്ണോ സ്വീകരിക്കാം. ആൺകുട്ടിയാലും പെൺകുട്ടിയാലും എന്ത് കുട്ടിയാണെങ്കിലും നമുക്കും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ കുട്ടികളുള്ള സ്വീകരിക്കാനും തയ്യാറാണ്. അപ്പോൾ നമുക്ക് അവിടെ അവരുടെ വീട്ടിൽ പോയി നിൽക്കാം. അവിടെ തന്നെ ഒരു ജോലിയും സെറ്റായിട്ട് അങ്ങനെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടോ? വീടൊക്കെ ഉണ്ട്. വീടുണ്ട്. നിങ്ങൾ 3 മക്കളാണ്? 3 മക്കളാണ്. ഒരു പെങ്ങളും ഒരു ഇക്കായും ഉണ്ട്. അതെ. അപ്പോൾ ജോലി എന്തായിരുന്നു? ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ സൗദിയിലും ഖത്തറിലും നാട്ടിലുമൊക്കെ ഡ്രൈവിംഗ് ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എവിടെ ആയാലും അറിയാവുന്നൊരു ജോലി ചെയ്ത് കുടുംബമായിട്ട് ഒരുമിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്.
ജോലിയും കുടുംബജീവിതവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് മെയിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ താല്പര്യം അങ്ങനെ ഒരാളെ വേണ്ടീനുമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായേക്കാം. അവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. പിന്നെ വയസ്സ് നമ്മൾ മാക്സിമം 38 വരെ അല്ലേ നോക്കുള്ളൂ, നമ്മളെ ഏജിന്റെ മുകളിലൊന്നും നോക്കുന്നില്ലല്ലോ. 38-40 ആയാലും കുഴപ്പമില്ല. 38-40 വയസ്സ് വരെയൊക്കെ നോക്കാം. 40 വരെ മാക്സിമം നോക്കാം അല്ലേ. പിന്നെ നല്ലപോലെ അന്വേഷിക്കണം. പലരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല, അന്വേഷിക്കണം. അതേപോലെ നിങ്ങളും സറഫുദ്ദീനെ കുറിച്ച്, സറഫുദ്ദീൻ അല്ലേ, സഫറുദ്ദീൻ. അപ്പോൾ നിങ്ങളും സഫറുദ്ദീനെ കുറിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അന്വേഷിക്കണം. അപ്പോൾ പരസ്പരം അന്വേഷിച്ചിട്ട് തീരുമാനം എടുക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. മാക്സിമം അന്വേഷിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഒരു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട്. ഒരു 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള 40 വയസ്സ് വരെയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായാൽ അവിടെ നല്ല രീതിയിലൊരു കുടുംബജീവിതമായിട്ട് അങ്ങനെ മരണം വരെ ഇനി നല്ല രീതിയിൽ പോവുക. ഇനിയൊരു ജീവിതത്തിലൊരു നെഗറ്റീവ് ഇല്ലാതിരിക്കട്ടെ അല്ലേ, ഒരു ഡിവോഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ. പിന്നെ മക്കളുമായിട്ടൊക്കെ കോൺടാക്റ്റ് ഉണ്ടോ? ഇല്ല, കോൺടാക്റ്റ് ഇല്ല. അവർ കാണാൻ ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് കാണണ്ട അല്ലെങ്കിൽ കാണിക്കാൻ ആഗ്രഹമില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിതിൽ സഫറുദ്ദീൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ അന്വേഷിച്ചിട്ട് കല്യാണമായിട്ട് മുമ്പോട്ട് വരിക. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി. ഈ റോഡ് സൈഡിൽ നിന്ന് എടുത്തൊന്നും വിചാരിക്കേണ്ട, നമുക്കിപ്പോൾ കോട്ടയത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഒരു 10 മിനിറ്റ് മുമ്പാണ് ആൾ വിളിക്കുന്നത്, ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളി അവിടത്തേക്ക് വന്നതാണ്, അങ്ങനെ കണക്റ്റായിട്ട് എടുക്കുന്നതാണ്. ഇതേപോലെയാണ് നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത്. പെട്ടെന്നായിരിക്കും ഒരാളെ വിളിക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളാണല്ലോ. എല്ലാവരുടെയും കല്യാണം ഈ വീഡിയോ പരമായിട്ട് എടുത്ത് പലരുടെയും ശരിയാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് പെട്രോൾ പമ്പിൽ നിന്ന് ട്രിവാൻഡ്രത്തുള്ള ഒരാളെ കണ്ട്, പിന്നെ അപ്പോൾ അയാൾ 1 മിനിറ്റ് ഒരാളെ വിളിക്കട്ടെ എന്നിട്ട് ഒരാളെ വിളിച്ച് അവിടെ വരുത്തി. നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത ഒരാൾ, പുള്ളി കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, തന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം പങ്കുവെച്ച്. അത് ഈ പറഞ്ഞ പോലെയാണ്, നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ എല്ലാവരുടെയും കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും. എത്രയും പെട്ടെന്ന് എല്ലാം സെറ്റാവട്ടെ, ഹാപ്പിയായി പോട്ടെ. ശരി.